നമസ്കാരം. ഡേവിഡ് റിപ്പോർട്ടേഴ്സിലേക്ക് വിശദമായി കടക്കുകയാണ്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഹൈക്കോടതി ജഡ്ജിമാർ പരിശോധന നടത്തുകയാണ്. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരാണ് പ്ലാന്റിൽ എത്തിയത്. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇടയ്ക്കിടെ തീപിടുത്തമുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ജഡ്ജിമാർ നേരിട്ട് പരിശോധിക്കുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, കഴിഞ്ഞ ദിവസം ഈ കളമശ്ശേരിയിലെ നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങളിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. മാത്രമല്ല, ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഹൈക്കോടതി നേരിട്ട് വിലയിരുത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. എപ്പോഴാണ് സന്ദർശനം ആരംഭിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ, അടിക്കടി തീപിടുത്തം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഹൈക്കോടതി ജഡ്ജിമാർ സന്ദർശിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് പി ഗോപിനാഥുമാണ് ഈ ബ്രഹ്മപുരത്തെ മറ്റ് സജ്ജീകരണങ്ങൾ വിലയിരുത്താൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഇന്നലെ സന്ദർശിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അസൗകര്യമുള്ളത് കൊണ്ട് അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. തീപിടുത്തം ഉണ്ടായാൽ അത് കെടുത്താൻ ഉപയോഗിക്കുന്ന ഫയർ ഹൈഡ്രന്റിന്റെ പ്രവർത്തനം കോടതി പരിശോധിക്കും. ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായതിനു ശേഷവും മാലിന്യ സംസ്കരണത്തിൽ പുരോഗതി ഇല്ല എന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത്. തീ അണക്കാൻ പരിശീലനം ലഭിച്ച പ്രാദേശിക അഗ്നിരക്ഷാ യൂണിറ്റിന്റെ മേധാവിമാരുമായി ജഡ്ജിമാർ സംസാരിക്കും. ഏതാണ്ട് 3:30യോടെയാണ് ജഡ്ജിമാർ പ്ലാന്റിൽ എത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരത്തെ സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ കേസ് ഈ മാസം 16-ന് കോടതി പരിഗണിക്കാതിരിക്കെയാണ് ജഡ്ജിമാർ ഈ സ്ഥലം സന്ദർശിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ പ്ലാന്റിൽ വലിയ തീപിടുത്തമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ദിവസങ്ങളോളം ഈ കൊച്ചി നഗരത്തിൽ വലിയ പുകയും അതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളും ആളുകൾ നേരിട്ടിരുന്നു. തീപിടുത്തത്തിന് പിന്നാലെ ഉണ്ടായ വിഷപ്പുക ജനതയെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ആഴ്ച നീണ്ടുന്ന പരിശ്രമത്തിനൊടുവിലാണ് അന്ന് തീ പൂർണ്ണമായും അണച്ചത്. അശാസ്ത്രീയമായ മാലിന്യങ്ങൾ കൂട്ടിയിട്ടതും കരാർ ലഭിച്ച സോണ്ട കമ്പനിയുടെ നിരുത്തരവാദിത്തപരമായ സമീപനവുമാണ് ഈ തീപിടുത്തത്തിന് കാരണം, അതിന് ആക്കം കൂട്ടിയത് എന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. ബ്രഹ്മപുരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തമാണ് അന്ന് ഉണ്ടായത്. എറണാകുളം ആലപ്പുഴ അതിർത്തി വരെ എത്തിയ പുകയ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷവും മറ്റു ചില പദ്ധതികൾ ഇവിടെ നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. BPCL-ലുമായി ചേർന്നുകൊണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടക്കം നിർമ്മിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ നിർമ്മാണ പുരോഗതിയും ഇതിന്റെ മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ജഡ്ജിമാർ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഈ കേസ് ഈ മാസം 16-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഹൈക്കോടതി ജഡ്ജിമാർ നേരിട്ട് പരിശോധന നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ.